വിവാഹം എന്നതൊരു പഴഞ്ചൻ സംസ്കാരമാണ്, പരാജിതമായ സങ്കല്പമാണ്. പുതിയ തലമുറയിൽ ചില ആളുകളെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ലിവിങ് ടുഗദർ റിലേഷനാണ് നല്ലതെന്ന് അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഇത്തരം ബന്ധങ്ങളിൽ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ളതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പത്തനംതിട്ട റാന്നി സ്വദേശിനി രഞ്ജിത ആദ്യ വിവാഹം കഴിച്ചു, പിന്നീട് ദാമ്പത്യ ബന്ധത്തിലെ തകർച്ച. അങ്ങനെ ലിവിങ് ടുഗദർ റിലേഷനാണ് നല്ലതെന്ന് കരുതി പങ്കാളിക്കൊപ്പമുള്ള ജീവിതം. എന്നാൽ ആ യുവതിയുടെ 2 ബന്ധങ്ങളും കല്ലുകടി നിറഞ്ഞതായിരുന്നു. ഒടുവിൽ മക്കളുടെ കൺമുന്നിൽ വെച്ചാണ് രഞ്ജിത ക്രൂരമായി കൊല്ലപ്പെടുന്നത്. റാന്നിയെ നടുക്കിയ കൊലപാതകത്തിൽ 3 വർഷത്തിനുള്ളിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതോടൊപ്പം ശാന്തൻപാറയിലെ വീട്ടമ്മയുടെ കൊലപാതകവും ബംഗളൂരുവിൽ മലയാളി യുവതി ലൈംഗിക പീഡനത്തിനിടെ കൊല്ലപ്പെട്ട കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജൂൺ 24 കനത്ത മഴയുള്ള രാത്രി. പുറത്ത് കൂരാക്കൂരിട്ട്, വീട്ടിലെ ബഹളം അയൽവാസികൾ ആരും കേൾക്കാത്ത വിധം ശക്തമായ കാറ്റും മഴയും. ആ രാത്രിയിലെ കാഴ്ചകൾ രഞ്ജിതയുടെ മക്കൾക്ക് ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവരുടെ അമ്മ ക്രൂരമായി കൊല്ലപ്പെടുന്നത്. പത്തനംതിട്ട റാന്നിയിലെ രഞ്ജിത എന്ന 31-കാരിയെ ഒപ്പം താമസിച്ചിരുന്ന അതുൽ സത്യൻ വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊടും കുറ്റവാളിയായ അതുൽ രഞ്ജിതയുടെ അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും മാരകമായി ആക്രമിക്കുകയും ചെയ്ത സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ആ കേസിൽ പ്രതിക്ക് കോടതി 25 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതുൽ 3.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ജൂൺ 24 കേസിനാസ്പദമായ സംഭവം. പ്രതിയോടൊപ്പം കഴിഞ്ഞു വന്നിരുന്ന ചെറുകോൽ കീക്കൊഴൂർ സ്വദേശിനി രഞ്ജിതയ്ക്കാണ് ദാരുണാന്ത്യം ഉണ്ടായത്. നിരവധി കേസുകളിൽ പ്രതിയായ അതുലിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ രഞ്ജിതയും മക്കളും സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് വീട്ടിലെത്തിയ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വച്ച് വടിവാളുകൊണ്ട് മക്കളുടെ മുന്നിൽ വച്ച് രഞ്ജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തടയാൻ ശ്രമിച്ച രഞ്ജിതയുടെ അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും മാരകമായി പ്രതി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കുപറ്റിയ രഞ്ജിത സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. റാന്നി പോലീസാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സാക്ഷിമൊഴികളും തെളിവുകളും നിർണായകമായി. പ്രതി അതുൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ ചുമത്തപ്പെട്ട ആളുമാണെന്നും പോലീസ് പറഞ്ഞു. കാലതാമസം കൂടാതെ കുറ്റപത്രം സമർപ്പിക്കാൻ ആയതിനാൽ വിചാരണ കാലയളവിൽ ഉടനീളം പ്രതിക്ക് ജാമ്യം ലഭിക്കാതെ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വന്നു. 3.5 ലക്ഷം രൂപ പ്രതി രഞ്ജിതയുടെ മക്കൾക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. നിരവധി മലയാളികൾ ജോലിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി അയൽ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നുണ്ട്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ബംഗളൂരു പോലെയുള്ള സ്ഥലങ്ങളിലെത്തിയവരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം. തൊഴിലെടുത്ത് പോലും അവർ ലൈംഗികമായി ചൂഷണത്തിന് ഇരകളാകുന്നു, കൊല ചെയ്യപ്പെടുന്നു. തൃശ്ശൂർ സ്വദേശിനി സുനിത ജോലി തേടി ബംഗളൂരുവിലെത്തിയതാണ്. കഴിഞ്ഞ ദിവസം തൊഴിലുടമയുടെ ക്രൂരമർദ്ദനത്തിനും അതിക്രമത്തിനിരയായ വീട്ടമ്മയുടെ കൊലപാതകം ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് സുനിതയ്ക്ക് സംഭവിച്ചത്? മലയാളിയായ ദീപകൃഷ്ണനെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. ഇയാൾ കൊടും ക്രിമിനലും തട്ടിപ്പുകാരനുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തൃശൂരിൽ 140ഓളം തെരുവുനായ്ക്കളെ സംരക്ഷിച്ചിരുന്ന സുനിത ഒരു മൃഗസ്നേഹിയായിരുന്നു. സ്കൂളുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകിയാണ് നായ്ക്കളെ വളർത്തിയിരുന്നത്. എന്നാൽ സ്കൂൾ അവധിക്കാലമായതോടെ നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ പ്രയാസമായി. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ നായ സംരക്ഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ വേണമെന്ന പരസ്യം സുനിതയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്.
മാസം 40,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത പരസ്യം കണ്ട് ഏപ്രിൽ 17-നാണ് സുനിതയും ഭർത്താവും മറ്റു 2 സ്ത്രീകളും ബംഗളൂരുവിലേക്ക് പോയത്. മെയ് 3-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദീപക് സുനിതയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഇത് എതിർത്ത സുനിത നാട്ടിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ദീപക് സുനിതയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തല ഭിത്തിയിലും അലമാരയിലും ഇടിപ്പിക്കുകയും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച മറ്റു സ്ത്രീകളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ സുനിതയെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താൻ സുനിതയെ മർദ്ദിച്ചതായി ദീപക് സമ്മതിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നിട്ടുണ്ട്. ഞാൻ അവളെ കഴുത്തിൽ നല്ല കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ നല്ല കൊടുത്ത് അവളെ ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അവൾ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മനസ്സിലായ? ഇതാണ് DK. മനസ്സിലായ? അവളെ കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് DK. വെയിറ്റ് ബ്രൗൺ പപ്പ DK. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് സുനിതയുടെ മരണം സംഭവിച്ചത്. പ്രതിയായ ബംഗളൂരുവിൽ നായ സംരക്ഷണ കേന്ദ്രം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനായി കർണാടക പോലീസ് തൃശൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു. ദീപക് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2024-ൽ കൊച്ചിയിൽ വെച്ച് ഒരു മൃഗഡോക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൊക്കെയിൻ കൈവശം വെച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. കൂടാതെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദുബായിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ്. സുനിതയുടെ മരണത്തോടെ ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ വാടനപ്പള്ളി പോലീസും ബംഗളൂരു പോലീസും സംയുക്തമായാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ചില രഹസ്യങ്ങൾ കുറേ നാൾ മൂടിവെക്കാൻ പറ്റും. എന്നാൽ എത്രയൊക്കെ മൂടിവെച്ചാലും ഒടുവിൽ സത്യം പുറത്തു വരുമെന്നതാണ് യാഥാർത്ഥ്യം. ഇടുക്കി ശാന്തൻപാറയിലെ ശാന്തി എന്ന വീട്ടമ്മയുടെ കൊലക്കേസും ഒരിക്കലും പുറത്തു വരുമെന്ന് കരുതിയതാണ്. അതൊരു സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാൻ അയാൾ പല നുണക്കഥകളും പറഞ്ഞു. ശാരീരിക അവശതകളെ തുടർന്ന് ഉടഞ്ഞു വീണതെന്ന് ബന്ധുക്കളെ വിശ്വസിപ്പിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കൊലപാതകം നടന്ന് 2 ദിവസത്തിനുള്ളിൽ പ്രതിക്ക് പിടിവീണിരിക്കുന്നു. കേസിൽ ശാന്തിയുടെ ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. ശങ്കരപാണ്ഡ്യമേട്ട് സ്വദേശിനി ശാന്തിയെ 2 ദിവസം മുൻപാണ് കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ശാന്തിക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബന്ധുക്കൾക്ക് ആദ്യമൊന്നും സംശയം തോന്നിയില്ല. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇതോടെ ഇവരുടെ ബന്ധുവായ രാമകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. സംഭവ ദിവസം ആണി വാങ്ങാനായാണ് ജഗൻമോഹന്റെ സഹോദരി ഭർത്താവായ രാമകൃഷ്ണൻ വീട്ടിലെത്തിയത്. ഇയാൾ വീട്ടിലെത്തിയ വിവരം ശാന്തി ഭർത്താവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ആണി താൻ വരുമ്പോൾ എടുത്തു നൽകാമെന്ന് ജഗൻമോഹൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ തുടർന്ന് ഇയാൾ വീട്ടിൽ വന്നപ്പോൾ മുറിയിൽ അബോധാവസ്ഥയിൽ ശാന്തി കിടക്കുന്നതാണ് കണ്ടത്. തനിക്ക് ചായ കൊണ്ടുവരുന്നതിനിടെ ശാന്തി കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് രാമകൃഷ്ണൻ ജഗൻമോഹനോട് പറഞ്ഞത്. പിന്നീട് ഇരുവരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. തുടർന്ന് ശാന്തൻപാറ പോലീസിനെ വിവരം അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസിന് ശാന്തിയുടെ മരണത്തിൽ സംശയം തോന്നി. അങ്ങനെയാണ് രാമകൃഷ്ണനിലേക്ക് അന്വേഷണം എത്തിയത്. കൊലയ്ക്കുള്ള കാരണം ഇവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടെന്നാണ്. കുടുംബത്തിന് ഒരു മോശം പേര് ദോഷം ഉണ്ടാകുന്ന രീതിയിലാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മോശം പേരുള്ളത് കൊണ്ടാണ് അവരെ കൊന്നതെന്നാണ് പറയുന്നത്. എന്നാൽ സാഹചര്യം വെച്ച് നോക്കുമ്പോഴേക്കും ഒരു റേപ്പിനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമൊക്കെ വീട്ടിൽ കാണുന്നുണ്ട്. അത് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തുടർന്ന് ശാന്തൻപാറ CI ശരലാലിന്റെ നേതൃത്വത്തിൽ രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതി രാമകൃഷ്ണനെ റിമാൻഡ് ചെയ്തു.
പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിലെ പ്രതി സജിയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായതോടെയാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. 8 വർഷം മുൻപ് പിതാവ് മാത്യുവിനെ കാണാതായ കേസിന് പിന്നിൽ സജിക്ക് പങ്കുണ്ടോ? ബന്ധുവായ 2 യുവതികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരികയാണ്. ഈ കേസുകളിൽ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതിനായി സജിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നെടുങ്കണ്ടം പച്ചടി സ്വദേശിനി മേരിക്കുട്ടിയെയും മൂത്ത മകൻ റെജിയെയും കൊന്ന കേസിൽ ഇളയ മകൻ സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. ഇരട്ടക്കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും സജിയുടെ മൊബൈൽ ഫോണും കണ്ടെത്താനുണ്ട്. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് മലമുകളിൽ ഫോൺ ഉപേക്ഷിച്ചെന്നാണ് സജി പോലീസിനോട് പറഞ്ഞത്. ഇത് കണ്ടെത്താൻ സജിയുമായി സ്ഥലത്ത് തെരച്ചിൽ നടത്തും. ഇരട്ടക്കൊലപാതകമല്ലാതെ മറ്റെന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം. 2018 സജിയുടെ അച്ഛൻ മാത്യുവിനെ കാണാതായിരുന്നു. ഇതിനു പിന്നിൽ സജിക്ക് പങ്കുണ്ടെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. അന്ന് നടത്തിയ അന്വേഷണത്തിൽ മാത്യു നെടുങ്കണ്ടത്തു നിന്നും ബസ്സിൽ കയറിപ്പോകുന്നത് കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് തുമ്പൊന്നും ലഭിച്ചില്ല. ഇതോടെ തൃപ്തികരമായ വിവരങ്ങൾ ലഭിച്ചാൽ അന്വേഷണം തുടരാമെന്ന് രേഖപ്പെടുത്തി ഫയൽ മാറ്റിവെച്ചു. ഇതോടൊപ്പം അടുത്ത ബന്ധുക്കളായ 2 പേരെ സജി ബലാത്സംഗം ചെയ്തതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതും അന്വേഷണ വിധേയമാക്കും. ഇതിനായി ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കും. പിന്നീട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയും സഹോദരനെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മേരിക്കുട്ടിയുടെ മകൾ സിനി നൽകിയ പരാതിയിലാണ് നെടുങ്കണ്ടം പോലീസ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് പച്ചടിയിലുള്ള വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ മകൻ സജി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ വീടിന് സമീപത്ത് മണ്ണിളകി കടന്ന ഭാഗം സംശയം തോന്നി കുഴിച്ചു നോക്കിയപ്പോഴാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടു തുടങ്ങുന്ന ബന്ധങ്ങൾ പ്രണയത്തിലാകുന്നതും പിന്നീടത് അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നത് നിത്യസംഭവമാണ്. ചെറിയ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി വഴിവിട്ട ബന്ധങ്ങൾ തേടി പോകുന്നവർ പിന്നീട് വലിയ ചതിക്കുഴികളിലാകും വീഴുന്നത്. ബംഗളൂരുവിലെ സരോജമെന്ന വീട്ടമ്മയും കാമുകനും ഒന്നിച്ച് യാത്രകൾ പോകുന്നത് പതിവായിരുന്നു. രാവിലെ പോയാൽ വൈകിട്ടോടെ മടങ്ങിയെത്തും. എന്നാൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും പോയ സരോജത്തെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ അവിഹിത കഥകളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും അറിഞ്ഞത്. വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കാമുകൻ ആത്മഹത്യ ചെയ്ത കേസ് നാടിനെ നടുക്കിയിരിക്കുന്നു. വർഷം മുമ്പാണ് ദേവനഹള്ളിയിലെ സ്വകാര്യ കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിരുന്ന സരോജവും റിയൽ എസ്റ്റേറ്റ് ഏജന്റായ രാമരഞ്ജനപ്പയും സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടുകാരാകുന്നത്. ചാറ്റ് ചെയ്തും കോൾ ചെയ്തും കൂട്ട് പ്രണയത്തിലെത്തി. പക്ഷേ രാമരഞ്ജനപ്പയുടെ വിവാഹാഭ്യർത്ഥനകൾ സരോജം നിരന്തരം നിരസിച്ചുകൊണ്ടിരുന്നു. വിവാഹിതയാണ് സരോജം. രാമരഞ്ജനപ്പ വിവാഹമോചിതനും. വിവാഹാഭ്യർത്ഥനയെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഇരുവരും യാത്രകൾ പോകുന്ന പതിവുള്ളവരായിരുന്നു. പതിവ് പോലെ മെയ് 2 രാമരഞ്ജനപ്പ സുഹൃത്തിന്റെ കാറിലെത്തി സരോജത്തെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ യാത്രയിലും വിവാഹത്തെ ചൊല്ലി രണ്ടുപേരും വഴക്കിട്ടു. കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് സരോജത്തെ തലക്കടിച്ചു കൊന്നു. തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കാറിന് തീ കൊടുത്തു. കാർ നിന്നു കത്തുന്നത് കൊണ്ട് പരിസരവാസികൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് തീയണച്ചു കഴിഞ്ഞപ്പോഴാണ്
ഉള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. കാറിന്റെ ചേസിസ് നമ്പർ പരിശോധിച്ച് കാറിന്റെ ഉടമയായ സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനല്ല രാമരഞ്ജനപ്പയാണ് കാർ കൊണ്ടുപോയതെന്നും അപകട അലർട്ട് കിട്ടിയപ്പോൾ തന്നെ അയാളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും സുരേഷ് കുമാർ മൊഴി നൽകി. രാമരഞ്ജനപ്പയെ കണ്ടെത്താൻ ഫോൺ പിന്തുടർന്നെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ സാധിച്ചില്ല. ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് സരോജും ഇയാളും നിരന്തരം ഫോണിൽ സംസാരിക്കുന്നവരായിരുന്നെന്ന് വ്യക്തമായി. 4-ാം തീയതി രാവിലെയാണ് ബാംഗ്ലൂരുവിന് സമീപം ബിദാഡിയിൽ റെയിൽവേ പോലീസ് രാമരഞ്ജനപ്പയുടെ മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിനിടിച്ച് പല കഷ്ണങ്ങളായി തുണ്ടം തുണ്ടമായ മൃതദേഹം ആധാറിന്റെയും ATM കാർഡുകളുടെയും സഹായത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. ഓടിയൊളിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാനാകില്ലെന്ന് മനസ്സിലാക്കിയതോടെ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. സരോജത്തിന്റെ മൃതദേഹം ഭർത്താവ് ഏറ്റുവാങ്ങി. ന്യൂസ് 18 ബാംഗ്ലൂരു. പകൽ സമയങ്ങളിൽ വീട്ടിൽ തനിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത വേണം. കാരണം സമീപ പ്രദേശങ്ങളിൽ കവർച്ചാ സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് ചെടി നനയ്ക്കുകയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഒറ്റപ്പാലം സ്വദേശി സുമംഗലയുടെ കഴുത്തിൽ കിടന്ന മാലയാണ് കള്ളൻ പൊട്ടിച്ചെടുത്തത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഒറ്റപ്പാലം മീറ്റിന SRK നഗറിൽ താമസിക്കുന്ന സുമംഗലയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 സംഭവം. ആ സമയം വീട്ടമ്മ വീടിന് പുറത്ത് ചെടി നനയ്ക്കുകയായിരുന്നു. ചുറ്റുമതിലിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നത് കൊണ്ട് മുഖം മൂടി അണിഞ്ഞ് ഷർട്ടും ഇറക്കം കുറഞ്ഞ പാന്റും ധരിച്ച മോഷ്ടാവ് മതിൽ ചാടിയാണ് അകത്ത് കടന്നത്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് സുമംഗലയുടെ പിന്നിലൂടെ കൈയിട്ട് വായ് പൊത്തി കള്ളൻ മാലയുമായി കടന്നു കളയുകയായിരുന്നു. ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5:45 സമയം. അപ്പോൾ ഈ അരിയലയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇടത്തെ കൈ കഴുത്തു കൂടിയിട്ട് വായ പൊത്തി പിടിച്ചങ്ങനെ വലിച്ച് അതേ കയറി. അത്ര ഉണ്ടായുള്ളൂ. വീണില്ല. ഉടുപ്പൊക്കെ നനഞ്ഞു. ബോസ് ഉണ്ടായിരുന്നല്ലോ. എത്ര പവന്റെ മാല? 2 പവന്റെ മാലയും താനും. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ മാല മോഷണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആ മോഷണങ്ങളിൽ നിന്നും ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല. സുമംഗലയുടെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പാലക്കാട്. ലഹരി തലയ്ക്ക് പിടിച്ചാൽ പല അഭ്യാസങ്ങൾ കാണിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അക്രമം അഴിച്ചുവിടും, ഭീതി വിതയ്ക്കും. എന്നാൽ പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ലഹരി മൂത്തൊരു യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമം നാട്ടിൽ പരിഭ്രാന്തി പരത്തി. ചൊവ്വാഴ്ച രാത്രിയിലാണ് യുവാവ് ട്രെയിനിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. റിക്കവറി ട്രെയിനിൻ്റെ മുകളിൽ കയറി പരാക്രമം കാട്ടിയ മലപ്പുറം കാളികാവ് സ്വദേശി രാജേഷിനെ ഷൊർണൂർ പോലീസ് ഫയർഫോഴ്സും ചേർന്നാണ് താഴെയിറക്കിയത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് മുകളിൽ കയറിയാണ് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. രാജേഷ് എന്ന യുവാവ് ദീർഘനേരം ട്രെയിനിന് മുകളിൽ കയറി നിന്നത് പരിഭ്രാന്തി പരത്തി. പിന്നീട് ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെ എത്തി ഏറെ പണിപ്പെട്ടാണ് ഇയാളെ താഴെ ഇറക്കിയത്. വെള്ളം ചീറ്റി ഏറെ നേരം ഇയാൾ താഴെ ഇറങ്ങുന്നതും കാത്ത് പോലീസും ഫയർഫോഴ്സും പ്ലാറ്റ്ഫോമിന്റെ അരികിൽ കാത്തുനിന്നു. പിന്നീട് താഴെ എത്തിയ യുവാവിനെ അവിടെ നിന്നും തൂക്കിയെടുത്ത് മാറ്റുകയായിരുന്നു. ട്രെയിനിന് മുകളിലുണ്ടായിരുന്ന വൈദ്യുതി ലൈനിലൂടെ ആ സമയം വൈദ്യുതി പ്രവാഹമില്ലാത്തത് വലിയ അപകടം ഒഴിവാക്കി. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടോ എന്ന് തുടക്കത്തിൽ സംശയിച്ചിരുന്നു.
കഞ്ചാവ് ലഹരിയിലാണ് യുവാവ് പരാക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ദിവസം അപൂർവമായൊരു കാഴ്ച കണ്ടു. ആളും ആരവവും പോലീസ് അകമ്പടിയും ഇല്ലാത്ത പിണറായി വിജയനെ. 10 വർഷത്തോളം പോലീസ് അകമ്പടി വാഹനങ്ങളുടെ നീണ്ട നിര കണ്ട് ശീലിച്ച മലയാളികൾക്ക് അത് കൗതുക കാഴ്ച തന്നെയാണ്. എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പിണറായി കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത് തുടർച്ചയായി നിയമം ലംഘിക്കുന്ന വാഹനത്തിലെന്ന വിവരം. സീറ്റ് ബെൽറ്റ് ഇല്ല, അമിത വേഗം, സിഗ്നൽ ലംഘനം. പാർട്ടി സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനം തുടർച്ചയായി ഗതാഗത നിയമം ലംഘിച്ചുവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. നിയമം കാറ്റിൽ പറത്തുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ AKG സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള KL01 CR 4291 എന്ന വാഹനമാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെയും എയർ ഹോൺ അടിച്ചും അമിത വേഗത്തിൽ സഞ്ചരിച്ചതിനും വാഹനത്തിന് 18 ചെല്ലാനാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് ഈ വാഹനമാണ്. 2024 ശേഷം ഇതുവരെ ഈ കാറിന് 18 പിഴ ചെല്ലാനുകൾ ലഭിച്ചെന്നും ഒന്നിൽ പോലും പിഴയടച്ചിട്ടില്ല എന്നുമുള്ള വിവരമാണ് പുറത്തുവരുന്നത്. വിവിധ കേസുകളിലായി 13,750 രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. അമിത വേഗം, സിഗ്നൽ ലംഘനം എന്നിവയ്ക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനുമാണ് ചെല്ലാനുകൾ ലഭിച്ചത്. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തതിന് 12 തവണ 500 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. 2025 ജനുവരിയിൽ കോവളം കാരോട് ദേശീയപാതയിൽ 120 കിലോമീറ്റർ വേഗത്തിൽ പോയതിനും പിഴ ചുമത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സഞ്ചരിക്കുന്ന KL7 CR 4291 എന്ന നമ്പറിലുള്ളതാണ് കാർ. സംസ്ഥാനത്തുടനീളം നിയമം കാറ്റിൽ പറത്തി ഈ വാഹനം സഞ്ചരിച്ചതായി രേഖകളിൽ കാണാം. കിളിമാനൂരിലൂടെ അമിത വേഗത്തിൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വഴുതക്കാടും ഇരിട്ടിയിലും മാന്നാറുമുള്ള യാത്ര, പാലക്കാട്ടെ സിഗ്നൽ ലംഘനം തുടങ്ങി 2024 മുതൽ 18 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമിത ശബ്ദമുണ്ടാക്കുന്ന 4 എയർ ഹോണുകൾ ഘടിപ്പിച്ചതിന് 2023 വാഹനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ച AI ക്യാമറയിലാണ് MV ഗോവിന്ദൻ സഞ്ചരിച്ച വാഹനത്തിന്റെ നിയമലംഘനങ്ങൾ കണ്ടുപിടിച്ചത്. 4 എയർ ഹോണും മുൻവശത്തെ ലൈറ്റും നിയമലംഘനമായിരിക്കെ ഇതൊന്നും സംസ്ഥാനത്തെ പോലീസ് ഇതുവരെ കണ്ടെത്തിയില്ല എന്നതും കൗതുകകരമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇപ്പോൾ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടമാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് വ്യാപകമായി ഒഴുകുന്നുണ്ട്. പാലക്കാട് പട്ടാമ്പിയിൽ MDMAയുമായി യുവാവ് പിടിയിലായ കേസിൽ പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ലഹരി മരുന്നുമായി പിടിയിലായ പട്ടാമ്പി സ്വദേശി സുബൈർ സ്ഥിരം കുറ്റവാളി എന്നാണ് വിവരം. ഇയാളുടെ കൂട്ടാളികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പട്ടാമ്പി കേന്ദ്രീകരിച്ച് വ്യാപകമായാണ് കഞ്ചാവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരിമരുന്നുകൾ പിടികൂടുന്നത്. ഇത്തരത്തിലുള്ള ലഹരിയൊഴുക്ക് തടയുന്നതിന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പട്ടാമ്പി പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രി മുതൽ കോഴിക്കോട്ടേരി ഭാഗത്ത് വെച്ച് പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതിയുടെ പക്കൽ നിന്നും കവറിലാക്കി സൂക്ഷിച്ച നിലയിൽ 9.19 ഗ്രാം MDMA കണ്ടെടുത്തു. സുബൈർ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗത്തെയും കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. ഇയാൾക്ക് ലഹരിമരുന്ന് എവിടെയെന്നും ലഭിച്ചു എന്നതിനെക്കുറിച്ചും ലഹരിക്കടത്തിന്റെ കണ്ണികളെ കണ്ടെത്തുന്നതിനും പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ലഹരിമരുന്ന് ലഭിക്കുന്നതിന്റെ ഉറവിടത്തെക്കുറിച്ച് സൂചന കിട്ടിയതായാണ് വിവരം. പ്രദീപ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഹരിമരുന്ന് കച്ചവടത്തിന്റെ കണ്ണികളെയും ഉറവിടവും പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. മോഷണം പോയ പശുക്കളെ കണ്ടെത്താൻ 100ഓളം CCTVകൾ പരിശോധിച്ച് പോലീസ്. ഒടുവിൽ കള്ളനെ പിടികൂടിയപ്പോൾ നാട്ടുകാർ ഞെട്ടി. തൊടുപുഴ വണ്ണപ്പുറം പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവാണ് പശുവിനെ മോഷ്ടിച്ച് കടത്തിയത്. തൊടുപുഴയിൽ നിന്ന് പശുക്കളെ മോഷ്ടിച്ച കേസിൽ വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് നിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ണപ്പുറം, കരിമണ്ണൂർ,
കോടിക്കുളം മേഖലകളിൽ ഇയാൾ നിരവധി മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് സംശയം. തൊടുപുഴ വണ്ണപ്പുറം മേഖലയിൽ കർഷകരുടെ പശുക്കൾ മോഷണം പോകുന്നത് പതിവായിരുന്നു. എന്നാൽ മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മോഷണങ്ങളിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് പരാതികൾ ഉയരുന്നതിനിടയിലാണ് മോഷ്ടാവ് പിടിയിലായത്. തൊടുപുഴ ഈസ്റ്റ് കലൂർ മേഖലയിൽ 2 പശുക്കളെ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കാളിയാർ പോലീസ് സ്റ്റേഷനിലും സമാനമായ പരാതി ലഭിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ അടക്കം 100ഓളം CCTVകൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. മോഷ്ടിച്ച 2 പശുക്കളെ പാലക്കാട് ജില്ലയിലെ കാലിചന്തയിൽ എത്തിച്ച് വിറ്റുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പശുക്കളെ വിറ്റ് കിട്ടിയ പണം ഇയാൾ വണ്ണപ്പുറത്തെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. തെളിവെടുപ്പിൽ ഇത് കണ്ടെത്തി. മോഷണം നടന്ന സ്ഥലങ്ങളിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വണ്ണപ്പുറം, കരിമണ്ണൂർ, കോടിക്കുളം മേഖലയിൽ ഇയാൾ നിരവധി മോഷണം നടത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. മോഷണം നടത്തിയ നിയാസ് വണ്ണപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗത്തിന്റെ ഭർത്താവാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. തൊടുപുഴ. സമയമില്ല, തിരക്കാണ്. ഇന്നത്തെ കാലത്ത് പലരും പറയുന്ന ഒരു സ്ഥിരം വാചകങ്ങളാണല്ലേ? നേരാണ്. അമിതമായ ജോലിഭാരവും പ്രാരാബ്ധങ്ങളുമൊക്കെയായി നെട്ടോട്ടമോടുന്ന ചില ആളുകളെ കാണാറുണ്ട്. ഞാൻ ഓഫീസിലെത്തിയില്ലെങ്കിൽ എല്ലാം കുളമാകുമെന്ന് ചിന്തിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനും അവരോടൊപ്പം യാത്രകൾ പോകാനും സ്നേഹിക്കാനും സമയം കണ്ടെത്താറുണ്ടോ? എല്ലാ ദിവസവും വീട്ടുകാരുമായി കുറച്ചു നേരമെങ്കിലും സംസാരിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പങ്കാളിയെ ചേർത്ത് പിടിക്കണം. മക്കളെ ഉള്ളു തുറന്ന് സ്നേഹിക്കണം. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് കുടുംബങ്ങളിലാണ്. അതിൻ്റെ കാരണം ബന്ധങ്ങളിൽ വിള്ളലാണ്. പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വീടുകളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഒരിക്കലും ദുരന്തങ്ങൾ സംഭവിക്കില്ല. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.